ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമ കീർത്തനം. യോഗസാധനയിലൂടെ പ്രാണശക്തിയെ ഉദ്ഗമിപ്പിക്കുമ്പോൾ ഒരു സാധകൻ്റെ ഉള്ളിലുണ്ടാകുന്ന അവസ്ഥാവിശേഷമാണ് 43-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഡക്കാമൃതങ്ക തുടി താളങ്ങൾ പോലെയുടൻ ഓർക്കാമതന്നിലയൽ ഇന്നേടമോർത്തുമമ നിൽക്കുന്നതല്ല മനം ആളാനബദ്ധകരി തീൻകണ്ട പോലെ ഹരിനാരായണായ നമ. ഡക്കാമൃതങ്ക തുടിതാളങ്ങൾ, ഇവിടെ പെരുമ്പറ, മൃദംഗം, തുടി, താളം മുതലായ വാദ്യോപകരണങ്ങളുടെ ശബ്ദവിശേഷങ്ങളെയാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ശബ്ദവിശേഷങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. ഈ നിലയിൽ, അതായത് ഈ അവസ്ഥയിൽ, അപ്പോൾ ആ ഏതവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്? ഒരു യോഗിയുടെ അവസ്ഥയെക്കുറിച്ചാണ്. സുഷുമ്നാ മാർഗത്തിലൂടെ പ്രാണശക്തിയെ മേലോട്ട് ഉയർത്തുന്ന സമയത്ത് ഓരോ ആധാര ചക്രത്തിലും എത്തുമ്പോൾ യോഗിക്ക് അത്ഭുതകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്നാണ്. അപ്പോൾ ആ ഓരോ ആധാര ചക്രത്തിലും എത്തുന്ന സമയത്ത് യോഗി ഇത്തരത്തിലുള്ള വാദ്യോപകരണങ്ങളെ ഓർമ്മിപ്പിക്കുമാറുള്ള ശബ്ദവിശേഷങ്ങളെ കേൾക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വിചിത്ര അനുഭവങ്ങളെ പറ്റിയിട്ട് യോഗശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ പറയുകയാണ്, അങ്ങനെ വിവിധ വാദ്യോപകരണങ്ങൾ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങൾക്ക് തുല്യമായ ശബ്ദവിശേഷങ്ങൾ ധ്യാനാവസ്ഥയിൽ ഒരു യോഗിക്ക് കേൾക്കുമാറാകുമ്പോൾ ആ സാധകന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന അക്ഷമയും ആകാംക്ഷയും ആ വെമ്പലുമൊക്കെയാണ് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത്. അത് ഒരു ഉപമ കൊണ്ടാണ് ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. അതായത് ആളാനബദ്ധകരി തീൻ കണ്ട പോലെ ആ വെമ്പലുകളെ അല്ലെങ്കിൽ ആകാംക്ഷയെല്ലാം ഒരു കുറ്റിയിൽ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ആന കുറച്ച് അകലെയായി ഭക്ഷണ സാധനങ്ങൾ കാണുമ്പോൾ അതിന് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു വെമ്പലുണ്ടാകും. അതുപോലെയുള്ള ഒരു വെമ്പലാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ ഉപമിച്ചിരിക്കുന്നത്. അതേ ഒരു ഭാവം, ആ ഒരു വെമ്പൽ തൻ്റെ മനസ്സിലും ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആധാരചക്രത്തിലെ അടുത്ത പടിയിലേക്ക് കുതിക്കാനാണ് തൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുന്നത് എന്നുകൂടി എഴുത്തച്ഛൻ സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. തക്കാമൃതങ്കതുടി താളങ്ങൾ പോലെയുടൻ ഓർക്കാമതന്നിലയിലിന്നേടമോർത്തുമമ നിൽക്കുന്നതല്ല മനം ആളാനബദ്ധകരി തീൻ കണ്ട പോലെ ഹരിനാരായണായ നമഃ.